ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഓർമ്മയുണ്ടോ ഈ മുഖം നിങ്ങൾക്ക്? ഇല്ല, എല്ലാവരും ഒന്നും മറന്നിട്ടില്ല എന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുവാൻ തന്നെ കാരണം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ ചിലരുടെ ആവശ്യപ്രകാരമാണ്. കാരണം ശരിയാണ്, മാവേലി വർഷത്തിലൊന്ന് വരും അല്ലേ? അതുപോലെ ഈ 2 വർഷങ്ങൾക്ക് മുൻപ് മോഹന വാഗ്ദാനങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നിരുന്നു. 3 മാസത്തിൽ കൂടുതൽ ഒട്ടും വേണ്ട, നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് തെറ്റുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങളെ ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങളുമായിട്ട് മുന്നോട്ട് വന്ന എനിക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ ആദ്യമേ വന്ന ആ ഫ്ലുവൻസിയിൽ ആ ഫ്ലോയിൽ അതങ്ങ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചില്ല. അപ്പോൾ നല്ലവരായ കുറേ ആൾക്കാർ ചോദിച്ചു, ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു ക്ലാസ് എങ്കിലും വെച്ച് തരാമോ എന്ന് ചോദിച്ചു. അതിന് ആവാമല്ലോ എന്ന് പറഞ്ഞു തുടങ്ങിയ എനിക്ക് അതും മുന്നോട്ട് അതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്തു പോകുവാൻ സാധിച്ചില്ല. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ എന്താണെന്ന് വിശദമായിട്ട് നമുക്ക് ഒരുപക്ഷെ നേരിട്ട് ഇപ്പോൾ നമുക്ക് 1000-ന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും 1100-ന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഇത്രയേറെ കാലങ്ങളായി നമ്മൾ നമ്മുടെ ക്ലാസ് വീഡിയോ ഇടുന്നേ ഇല്ലായിരുന്നുവെങ്കിലും ഇതിൽ നിന്നും പോവാതെ മറ്റു പല ചാനലുകളെയും ആശ്രയിച്ച് മറ്റു പല വീഡിയോസും കണ്ട് അതിൽ നിന്നും പഠിക്കുവാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ ഈ ക്ലാസ് ഈ ചാനലിൽ നിന്ന് അവർ വിട്ടുപോവാതെ നിന്ന് ക്ലാസ്സുകൾ കൂടുന്നവരുണ്ട്. ശരിയാണ്, നമ്മൾ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്ന ആ ആഗ്രഹത്തോടു കൂടി മുന്നിട്ടിറങ്ങുമ്പോൾ ഒരാൾ ക്ലാസ് നിർത്തി എന്ന് പറഞ്ഞ് നമുക്ക് ഇംഗ്ലീഷ് പഠനം നിർത്താൻ പറ്റുകയല്ലോ. അതുകൊണ്ട് തന്നെ മറ്റുള്ള ചാനലുകളെ ആശ്രയിച്ച് മറ്റുള്ള ക്ലാസ്സുകൾ കൂടിക്കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുറേ കൂട്ടുകാരുണ്ട്. അവർക്കെല്ലാം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കോളുകൾ വരുന്നു. കാരണം മറ്റൊന്നുമല്ല, അവർ പറയുന്നത് അവർ പോയി മറ്റു പല ക്ലാസ്സുകളും സ്ഥിരമായിട്ട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ഏതാണ്ടൊക്കെ അവരെ കൊണ്ട് സാധിക്കുന്നുമുണ്ട്. അവർ കുറേ എല്ലാം കാര്യങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു. അവർ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ കുറേ എല്ലാം കാര്യങ്ങൾ അവർക്ക് പഠിക്കുവാൻ സാധിക്കുന്നുണ്ട്, പഠിച്ചു താനും. അതുപോലെ പോകുമ്പോഴും അവർക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ, അവരെ ആ കൺഫ്യൂഷനിലേക്ക് തള്ളിവിട്ടത് ശരിയാണ്, ഞാൻ തന്നെയാണ്. കാരണം നമ്മൾ ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുത്ത പല കാര്യങ്ങളും മറ്റുള്ള ക്ലാസ്സുകൾ കൂടുമ്പോൾ അവർക്ക് വിരോധാഭാസം പോലെ തോന്നുന്നു, കൺഫ്യൂഷനിൽ പെടുത്തുന്നു. കാരണം നമ്മൾ കൊടുത്ത കാര്യങ്ങൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് വെച്ച് നോക്കുമ്പോൾ എവിടെയോ എന്തോ പൊരുത്തക്കേടുകൾ പോലെ അവർക്ക് തോന്നുന്നുവെന്ന്. ശരിയാണ്, എന്നോട് ഞാനല്ലാതെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ, ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് എൻ്റെ കാര്യമാണ്. എൻ്റെ സൗകര്യാർത്ഥം ഞാൻ ആ ചാനൽ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു എങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചു വന്ന അത് വിദ്യാർത്ഥിക്കുന്ന ഏതൊരുവനും വിദ്യാർത്ഥി ആ രീതിയിൽ എൻ്റെ അടുത്ത് വന്ന് അതിനു വേണ്ടി ശ്രമിച്ച, ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിച്ച ഒരാൾക്ക് എന്തെങ്കിലും സംശയം വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്ത രീതിയിലല്ലാതെ വേറൊരാൾ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നതാണോ ശരി, അതോ അവർ പറയുന്നതാണോ ശരി, നിങ്ങൾ പറഞ്ഞത് എങ്ങനെ ശരിയാവും എന്നത് ഞാനാണ് അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുള്ള റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട് എന്നിപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ ഈ ക്ലാസ് ആയിട്ട് ഈ ക്ലാസ് എടുത്ത് തരുന്നത്. ഈ ക്ലാസ് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോഴും ഇതിൽ തുടരുന്ന 1000-ന് മുകളിൽ വരുന്ന സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഇത് കാണണമെന്നില്ല എന്നല്ല, കാണില്ല എന്നുറപ്പുണ്ട്. എന്നിട്ടും ഞാൻ ഈ ക്ലാസ് ഇടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്നോട് സംശയം ചോദിച്ച 8 അല്ലേ 10, 1000-ൽ 10 ഓർക്കണം, അവർ കണ്ടാലും മതി, അവർക്ക് വേണ്ടി തന്നെയാണ് ഈ ക്ലാസ് ഇടുന്നത്. പിന്നെ ഈ ക്ലാസ് നിങ്ങൾ കൂടി കഴിയുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഈ ക്ലാസ് കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ലൈക്ക്,
നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നതിൻ്റെ ഒരു സിമ്പലാണ് ഒരു ലൈക്ക് കിട്ടുക എന്നുള്ളത്. ആ ലൈക്ക് ചെയ്യുന്ന ഒരു ലൈക്കിലൂടെ എനിക്ക് ഈ ക്ലാസ് പലർക്കും ഉപകാരപ്രദമാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ, എന്നെക്കൊണ്ട് ആർക്കെങ്കിലും കുറച്ച് പേർക്കെങ്കിലും കുറെയെല്ലാം പഠിക്കുവാൻ സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് എങ്കിൽ, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെച്ച് വാക്ക് തരുന്നു, വീണ്ടും എത്രത്തോളം ആൾക്കാർ ഈ ചാനലിനെ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നവർ സംശയം ചോദിക്കുന്നവരല്ല, അല്ലാതെ ആർക്കെല്ലാം ഈ ചാനലിലൂടെ എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് ഇട്ട് ആ കമൻറ്റ് ബോക്സിൽ ഒരു കമൻ്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ മറ്റുള്ള ഏതെങ്കിലും ഒരു ചാനൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ കൂടിയതിന് ശേഷം ഞാൻ തന്ന കാര്യങ്ങളുമായിട്ട് അതിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ ശരിയാകും, എങ്ങനെ എവിടെ ഉപയോഗിക്കണം എന്നത് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരിക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞാൻ ഈ ക്ലാസ് ഇവിടെ ഇടുന്നു. അതെ, പലരും പല ക്ലാസ്സുകളും കൂടി പോലും, എന്നിട്ടോ അവർക്ക് ഏറ്റവും മെയിനായിട്ട് ചോദിച്ച കുറേ പേരെന്നോട് ഞാൻ നിങ്ങൾക്ക് കോൺടാക്റ്റ് നമ്പർ തന്നിരുന്നു. ഇനിയും കോൺടാക്റ്റ് നമ്പർ ആവശ്യമുള്ളവർ ഈ കമൻറ്റ് ബോക്സിൽ ഒരു കമൻ്റ് ഇട്ടാൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് നമ്പർ ഞാൻ തരുന്നതായിരിക്കും. വീണ്ടും നിങ്ങൾക്ക് ഇത് നമുക്ക് ഫോളോ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഒന്ന് പറഞ്ഞാൽ മതി, നമുക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി തരാം. പിന്നെ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് തിരിച്ചു വരുവാൻ താല്പര്യമുള്ളവർ അവർ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്താൽ മതി. നമുക്ക് സംശയമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ക്ലിയർ ആക്കി തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു ക്ലിയർ വൺ ഓഫ് യുവർ ഡൗട്ട്സ്, ദാറ്റ് ഈസ് ഹൗ ടു യൂസ് ആൻഡ് ഓർ വെൻ ടു യൂസ് ഓർ വെയർ ടു യൂസ്. എങ്ങനെ, എപ്പോൾ, എവിടെ നമ്മൾ ഹാവ്, ഹാസ് ഉപയോഗിക്കണം. അതാണ് അവരെ ഏറ്റവും അധികം കൺഫ്യൂസ്ഡ് ആക്കിയ ഒരു കാര്യം. അത് നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ വ്യക്തമായ രീതിയിൽ നല്ല രീതിയിൽ ബോർഡിൽ എഴുതി പറഞ്ഞ് മനസ്സിലാക്കി തന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ ക്ലാസ് അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് ആ ക്ലാസ്സിനെ വീണ്ടും അത് കാണുവാൻ സാധിക്കാതെ പോയി എന്ന് പറയുന്നു. ക്ലാസ് കൂടിയ മറ്റു പല ക്ലാസ്സുകളും കൂടിയപ്പോൾ അവർക്ക് അതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഹാവ് ഉപയോഗിക്കുന്നത് പ്ലൂറലിൻ്റെ കൂടെയും ഹാസ് ഉപയോഗിക്കുന്നത് സിംഗുലറിൻ്റെ കൂടെയും ആണ് എന്നാണ് മറ്റുള്ള ക്ലാസ്സുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചത് എന്നവർ പറയുന്നു. സോറി മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കി വയ്ക്കുക, ഹാസിൻ്റെ ഉപയോഗം സിംഗുലർ പ്ലൂറൽ ബേസിൽ അല്ല. അത് മാത്രം നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. കാരണം അവർക്ക് തോന്നിയ സംശയം ശരിയാണ്. സിംഗുലറിൻ്റെ കൂടെ മാത്രം എല്ലാം നമ്മൾ ഹാവാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ എന്നോട് ചോദിച്ചത് ഐ എന്ന ആ ഒരു നൗണിന്, ഈ ഐയുടെ കൂടെ നമ്മൾ ഹാവല്ലേ ഉപയോഗിക്കുന്നത്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ആൾ ഒരാളല്ലേ എന്ന്. ശരിയാണ്, ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ എന്തിന് ഹാവ് ഉപയോഗിക്കണം? അത് പലപ്പോഴും പലരും ഇത് കമൻറ്റ് ബോക്സിൽ സംശയമായി ചോദിച്ചിട്ടും അത് ക്ലിയർ ചെയ്ത് കൊടുത്തില്ല എന്നതാണ് പറയുന്നത്. ഞാനത് ക്ലിയർ ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുത്തതായിരുന്നു. ആ ക്ലാസ് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്നോട് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേര് ഈ സംശയം ഒന്ന് ക്ലിയർ ചെയ്ത് തരുവാൻ പറയുന്നത്. അവർക്ക് വേണ്ടി ഈ 1008 പേരിൽ കൂടുതൽ എന്നോട് ഇത് ആവശ്യപ്പെട്ടിട്ടില്ല. 1000 മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സ് പലരും ഇപ്പോൾ മറ്റു പല ക്ലാസ്സുകളെയും ഫോളോ ചെയ്യുന്നവരായിരിക്കാം എന്നല്ല, അതെ, അവർ ഇത് കണ്ടുവരുവാൻ അവർക്ക് ഇനിയും ഒരുപക്ഷെ കണ്ടില്ലെന്ന് വരാം. ഇൻ കേസ് അവർ കണ്ടെങ്കിൽ അവർ ശ്രദ്ധിച്ചില്ലെന്ന് വരാം. കാരണം അതിലും നല്ല ക്ലാസ്സുകൾ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ
1000 പേരാണെങ്കിൽ പോലും അവരുടെ സംശയം ക്ലിയർ ചെയ്തു കൊടുക്കുക എന്നത് എൻ്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. ഐ ടോൾഡ് യു ദാറ്റ് ഡേ ഇറ്റ് സെൽഫ്. അന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, സംശയമുള്ളത് എന്തും ക്ലിയർ ചെയ്ത് തരിക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ് എന്ന ആ വെല്ലുവിളി അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ആ സംശയം ക്ലിയർ ചെയ്ത് തരികയാണ്. 1010 പേർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി മാത്രം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അവർ 10 പേരെ ഉള്ളൂ എങ്കിലും അവർക്ക് ക്ലിയർ ചെയ്ത് അത് എങ്ങനെ എന്ന് അത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ ഇന്നേക്ക് എടുക്കുന്ന ഈ ക്ലാസ് മറ്റു ആർക്കെങ്കിലും ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് കേട്ടോ. ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ഈ ഹാവും ഹാസും പറഞ്ഞത് ഐ എന്നത് ഉപയോഗിക്കുന്ന ഐയുടെ കൂട്ടത്തിൽ ഹാവ് വന്നുവെന്ന്. ഐയുടെ കൂട്ടത്തിൽ ഹാവ് വന്നത് ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഹാവും ഹാസും ഉപയോഗിക്കുന്നത് സിംഗുലർ പ്ലൂറലിൻ്റെ കൂടെ അല്ല, മറിച്ച് തേർഡ് പേഴ്സൺ സിംഗുലർ എന്നൊരു വാക്കുണ്ട്. അന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു 3 പേഴ്സൺസ്, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. സംസാരിക്കുന്നയാൾ ഫസ്റ്റ് പേഴ്സൺ, കേൾക്കുന്നയാൾ സെക്കൻഡ് പേഴ്സൺ. ഇനി ആരെക്കുറിച്ചാണോ അല്ലെ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അത് തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞിരുന്നു. ഈ പേഴ്സൺസ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഹാവും ഹാസും ഉപയോഗിക്കുന്നത് എങ്ങനെ എവിടെ എന്ന് കൃത്യമായിട്ട് തെറ്റുകൂടാതെ പറയുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക, സംസാരിക്കുന്ന ആൾ നമ്മൾ ആരെക്കുറിച്ചാണോ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത് എന്നത് തേർഡ് പേഴ്സൺ, അതായത് ഞാനുമല്ല നിങ്ങളുമല്ല അല്ല നീയുമല്ല, അവന് മൂന്നാമതൊരാളാണ്, അവള് അതും മൂന്നാമതൊരാളാണ്, അത് എന്തെങ്കിലും ഒന്നിൻ്റെ വസ്തുക്കളുടെ സ്ഥലത്തിൻ്റെ ഒക്കെ പേര് പറയാം. അതുപോലെ അങ്ങനെ അവന് അവള് അത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പേര്, രാം ഓർ സീത ഓർ യു ക്യാൻ സെലക്ട് എനി നെയിം, അങ്ങനെ ആരെങ്കിലും ഒരാളുടെ പേരും കൂടെയാണെങ്കിൽ മാത്രം നമ്മൾ ഹാസ് ഉപയോഗിച്ചാൽ മതിയാവും. ഐ ഹാവ് എന്നുപയോഗിക്കുന്നത് ഞാൻ എന്നത് സിംഗുലർ ആണെങ്കിലും അത് തേർഡ് പേഴ്സൺ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് സീത ഹാസ് എന്നേ പറയാവൂ. കാരണം സീത എന്ന് പറയുന്നത് ഞാനുമല്ല നിങ്ങളുമല്ല, സംസാരിക്കുന്ന ആളുമല്ല കേൾക്കുന്ന ആളുമല്ല, മൂന്നാമതൊരാളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സീതയെക്കുറിച്ച്, രാമിനെക്കുറിച്ച്, അവനെക്കുറിച്ച്, അവളെക്കുറിച്ച് അങ്ങനെ സംസാരിക്കുമ്പോൾ ഞാനും നിങ്ങളുമല്ലാത്ത തേർഡ് പേഴ്സൺ മൂന്നാമതൊരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് സിംഗുലർ ആണെങ്കിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹാസ്. അങ്ങനെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ ഞാൻ ക്ലാസ് എടുത്ത് തന്നിരുന്നു. ആ ക്ലാസ്സുകൾ നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു ക്ലാസ് ഇടുന്നത്. ഇതുപോലെ നഷ്ടപ്പെട്ട പല ക്ലാസ്സുകളും ഉണ്ട് എന്നവർ പറയുന്നു. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് ഭാഗമാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്കാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ. കാരണം 2 വർഷത്തിനോടിടയ്ക്ക് എനിക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുവാൻ സാധിച്ചില്ല എന്നതിനാൽ 2 വർഷം മുമ്പ് എടുത്ത ഏത് ക്ലാസ്സിൻ്റെ ഏത് ഭാഗം എവിടെ വെച്ചാണോ നിങ്ങൾക്ക് സംശയം തോന്നുന്നത് അത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്തു തരുവാനും ഞാൻ അതിന് ബാധ്യസ്ഥയായിരിക്കും. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, നിങ്ങൾക്ക് ഒരു ലൈക്ക് തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അത്രയും മാത്രമേ മതിയാകും. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്കിത് ഉപകാരപ്രദമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ട് അത് മതി. നിങ്ങൾക്ക് 5 പൈസ പോലും ചിലവാകുന്നതല്ലല്ലോ. നിങ്ങൾ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇത് കണ്ട് ഇതിനൊരു ലൈക്ക് തരുവാണെങ്കിൽ അത് ഇറ്റ് ഈസ് ടു എൻകറേജ് മീ, എന്നെ ഒന്ന് എൻകറേജ് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി. ജസ്റ്റ് നിങ്ങൾക്ക് 5 പൈസ പോലും ചിലവില്ല. ഒന്ന് ജസ്റ്റ് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി ആ ബെല്ലൈക്കൺ ആ ബെല്ല് ഒന്ന് അമർത്തുന്നതല്ലേ ഉള്ളൂ നിങ്ങൾക്ക് നഷ്ടം. 5 പൈസ പോലും നഷ്ടം വരുന്നില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാം, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാം.
ഏത് ഭാഗം വേണം എങ്ങനെ എന്ന് തിരിച്ച് നമ്മൾ പഠിക്കുന്നത്, സംസാരിക്കുവാൻ പഠിക്കുന്നത് സംശയങ്ങൾ പരസ്പരം ചോദിച്ച് നമ്മൾ അപ്പോൾ തന്നെ സംശയങ്ങൾ ക്ലിയർ ചെയ്തു പോയെങ്കിൽ മാത്രമേ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കൂ. അല്ലാതെ കുറേ സെൻറ്റൻസുകളോ കുറേ വാക്കുകളോ നമ്മൾ ബൈഹാർട്ട് ചെയ്തതിന് ശേഷം, കുറേ സെൻറ്റൻസ് പഠിച്ചതിന് ശേഷം അതുപോലെ നമ്മൾ സെൻറ്റൻസുകൾ മാറ്റി സംസാരിക്കുവാൻ പഠിച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ഭാവിയിൽ നമുക്കത് ഉപകാരപ്രദമാകുകയില്ല എന്ന് ഞാൻ 100% ഉറപ്പ് നൽകുന്നു. കാരണം നിങ്ങൾക്ക് അതിനുള്ള എക്സാമ്പിൾ ഞാൻ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് ഉദാഹരണ സഹിതം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ അവരെന്നോട് പറഞ്ഞതാണ്, മാം പറഞ്ഞതിൽ ഒരു കാര്യം ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യമുണ്ടെന്ന്. എന്താണതെന്നറിയാമോ? ഐ എന്നത് സിംഗുലറാണ്. ഈ ഐയുടെ കാര്യത്തിൽ നമ്മൾ ഈ സിംഗുലർ കാര്യങ്ങൾ, സിംഗുലറിനെ കുറിച്ച് പറയുമ്പോൾ പാസ്റ്റിലുള്ള കാര്യം, കണ്ടിന്യൂസ് ഉള്ള കാര്യം, പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് വാസ് ആണ്. സിംഗുലർ ആണെങ്കിൽ ഐ വാസ് റൈറ്റിംഗ്, ഞാൻ എഴുതുകയായിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ മാം അത് ഉപയോഗിച്ചപ്പോൾ ഐ വേർ എന്നുപയോഗിച്ചു. പക്ഷേ ഇതുവരെയും വേറെ ആരും ഐയുടെ കൂട്ടത്തിൽ വേർ ഉപയോഗിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല. അതിൻ്റെ ഈ ഐയുടെ കൂട്ടത്തിൽ വേർ ഉപയോഗിച്ചാൽ അത് ശരിയാണോ, അത് അല്ലേ എന്ന് പലരോടും ചോദിച്ചുവെങ്കിലും ശരിയായ ഒരു ആൻസർ ആരും കൊടുത്തില്ല പോലും. ബട്ട് എനിക്കതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ഐ വേർ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ, ആ ക്ലാസ് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ, ഇറ്റ് ഈസ് കറക്റ്റ്. ഐ ഹാവ് ടോൾഡ് ടു യു ദാറ്റ്. ഞാൻ നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഐ വേർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ വേർ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഞാൻ തന്നെ പറഞ്ഞു തരാം. ഐ വേർ എന്ന് പറയുന്നത് നമ്മൾ ഈ അൺറിയാലിറ്റി തിങ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യം, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഐ വേർ. അതിന് മുമ്പ് ഒരെണ്ണമുണ്ട്, നമ്മളൊരു വാക്കുകൂടി ഉപയോഗിക്കണം. ഇഫ് ഐ വേർ, ആയിരുന്നു എങ്കിൽ. പക്ഷെ നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം ആകുകയില്ല എന്നുറപ്പാണ്. ഇഫ് ഐ വേർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നു എങ്കിൽ, ഐ വുഡ് ഫ്ലൈ ഇൻ ദി സ്കൈ, ഞാൻ മാനത്തുകൂടി പറക്കുമായിരുന്നു, പറന്നേനെയായിരുന്നു. അത് നമ്മൾ പക്ഷിയാവില്ലെന്ന് നമുക്ക് ഉറപ്പുണ്ട്. നമുക്ക് പക്ഷിയാവില്ലെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ആ സമയത്താണ് നമ്മൾ ഐ വേർ എന്ന് ഉപയോഗിക്കുന്നത്. ഐ വുഡ്, അതിന് ശേഷം വരുന്നതാണ് ഐ വുഡ്സ്. ഇഫ് ഐ വേർ എ ബേർഡ്, അതുപോലെ ഇഫ് ഐ വേർ നമുക്ക് ആകുകയില്ലാത്ത ഏത് കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് ഐ വേർ. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഐ വാസ് എന്ന് തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ തെറ്റാണ്. ഐ വേർ എന്ന് ഉപയോഗിക്കരുത്. പക്ഷേ ഐ വേർ ഉപയോഗിക്കുന്ന ഈ സമയത്താണ്. മനസ്സിലായല്ലോ? ഈ കാര്യങ്ങൾ ചോദിച്ച് തന്നെ പലരും എന്നോട്, കൂടുതൽ പേരും എന്നോട് ചോദിച്ചത് ഹാവ് ഹാസ് ഉപയോഗിക്കുന്നത് സിംഗുലർ പ്ലൂറൽ എന്ന് പറഞ്ഞ് പലരും ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷേ അത് എവിടെ എങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ല. മാം അത് ക്ലാസ് എടുത്തപ്പോൾ കൃത്യമായും പറഞ്ഞു തന്നിരുന്നു. ആ ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടു, ഒരിക്കൽ കൂടി ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ച് ക്ലാസ് എടുത്ത് ആ ക്ലാസ്സുകളെക്കുറിച്ച് ചോദിച്ചത് കൊണ്ട് മാത്രം എടുക്കുന്ന ക്ലാസ് ഇത്. അവർക്ക് വേണ്ടി എടുക്കുന്ന ഈ ക്ലാസ് മറ്റു ചിലർക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്ത് എന്നെ ഒന്ന് എൻകറേജ് ചെയ്യുവാൻ ശ്രമിക്കുക. ഐ വിൽ ബി വിത്ത് യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ കോൾ മീ. ഐ ഷാൽ റെഡി ടു ഗിവ് യു മൈ കോൺടാക്ട് നമ്പർ ഓൾസോ. ഞാൻ കോൺടാക്റ്റ് നമ്പർ ആവശ്യമുള്ളവർ ഈ കമൻറ്റ് ബോക്സിലൊന്ന് ചോദിച്ചാൽ മതി, ഞാൻ തരാം. അതുപോലെ ഈ ചോദിച്ച ഡൗട്ട് ക്ലിയർ ചെയ്യുവാൻ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി എടുക്കുന്ന ഈ ക്ലാസ് കാണുന്ന മറ്റാർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാവും എന്നുണ്ടെങ്കിൽ അവർ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതുപോലെയുള്ള മറ്റ് ചില സംശയങ്ങൾ ചോദിച്ചവരുടെ എല്ലാവരുടെയും സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തന്നില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പരാതി പറയരുത്. ആദ്യം ഏറ്റവും കൂടുതൽ സംശയം ചോദിച്ചതിൻ്റെ 2 എണ്ണത്തിൻ്റെ ആണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനിയുമുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളവരുടെ ഡൗട്ട് കൂടി ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും.
ഓക്കെ, ഏറ്റവും അടുത്ത ദിവസം തന്നെ നമുക്ക് കാണാം. ഈ സംശയം ഇങ്ങോട്ട് ചോദിച്ച ആരുടെയും സംശയം ക്ലിയർ ചെയ്യാതെ ഞാൻ അത് ആരെല്ലാം കണ്ടു കണ്ടില്ല അല്ലെങ്കിൽ ലൈക്ക് ചെയ്തില്ല എന്നുള്ളത് പ്രശ്നമല്ല. ചോദിച്ചിടത്തോളം സംശയങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ചെയ്ത എന്തെല്ലാം തിരക്കേറിയ പണികളുണ്ടെങ്കിലും ഈ സംശയങ്ങൾ, കാരണം എന്നെ വിശ്വസിച്ച് ഫോളോ ചെയ്ത എൻ്റെ കൂട്ടുകാർക്ക്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് മൈ ഡ്യൂട്ടി. ഓക്കെ, സി യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് വിത്ത് അനദർ ദി ക്ലാരിഫിക്കേഷൻ ഓഫ് അനദർ ഡൗട്ട്. ഓക്കെ, ബൈ, സി യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.